അവിടെ ഒരു ശവാസനം കണ്ടോ? എന്തുവാ കിടന്നുറങ്ങുന്നിടത്ത് അതോ ഒരുത്തി ഇവിടെതാ പടിയില് എൻ്റെ അടുത്ത് തല എന്തിയാ എന്താ പെണ്ണെ മാറണേ വയറ്റി എണ്ണീരടി എണ്ണീരടി ഇവിടുന്ന് എണ്ണീരടി ഇവിടുന്ന് തല താണ്ട് ഇവിടെ ഉടല് താണ്ട് ഇവിടെ വേണ്ട ഈ പടിയിൽ ഇരുന്നിട്ട് മൂന്നാമത്തെ പടി കാല് വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഇടയ്ക്കൂടെ അവൾ വന്ന് രണ്ടാമത്തെ പടിയിൽ ഇതാ കയറി കിടന്നിട്ട് എൻ്റെ ഇടയ്ക്കൂടെ കിടക്കുക. എണ്ണീരടി ഇവിടുന്ന് എന്നേക്ക് അവിടുന്ന് ഒരു എണ്ണം തോ കിടക്കുന്നു. ഇനി രണ്ടെണ്ണം ഇതിൻ്റെ ഇടയിൽ ഒരു അരയോ ഒരു റാണുമായും ഇവിടെ എവിടെയോ കാണും. ചാരി വന്നിരിക്കണം അവന്. അതിന് ഓരോ ശീലങ്ങളൊക്കെ കണ്ട ഈ ഇരിക്കുകയൊക്കെ ചെയ്യും. അവന് ഇഷ്ടപ്പെടാത്ത ചെയ്താൽ അപ്പോഴേ അവൻ കടിയും തരും. അതാണ് ഞങ്ങളെ ജിമ്മിക്കുട്ടൻ ഇല്ലീ, നമ്മളെ ജിമ്മിക്കുട്ടൻ. വൈറ്റ് ഇതോ പിണങ്ങി പോയേട്ടാ. വൈറ്റ് ഇവിടെ ഇരുന്ന് അപ്പോൾ ജിമ്മി ഒന്ന് കയറി ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളതോ പിണങ്ങി അങ്ങ് പോയി. ജിമ്മി നീ വൈറ്റിനെ ഒട്ടിച്ച് എന്തിനടാ? വൈറ്റ് പോയാ പിണങ്ങി? ഇവൻ വന്ന് വരെ പറഞ്ഞാ മോളാ? അവൻ ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. അവൻ ഇവിടെ ഇരുന്നല്ലേ ഉള്ളു. അപ്പോഴത്തെ നീ പിണങ്ങി അങ്ങ് പോയാ എന്ത്? എന്ത് പിണങ്ങി പോയേ വൈറ്റ് കുഞ്ഞേ? എന്താണോ എന്തോ ഈ ആലോചിച്ച് കൂട്ടുന്നത്. ജീവിതം ദൈവമേ ഇനി എത്ര മുന്നോട്ട് കിടക്കുന്നു. ഈ പ്രാരാബ്ദങ്ങളൊക്കെ ഞാൻ ആരുടെ തലയെ കൊണ്ടുവയ്ക്കും? എനിക്കാണെങ്കിൽ ഉറക്കം ഒഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ സമയവും ഇല്ല. ഞാൻ എന്ന് ഈ കടങ്ങളൊക്കെ തീർക്കും? ഇല്ലേ വൈറ്റി? ഇതൊക്കെയല്ലേ ചിന്തിച്ച? ജിമ്മി ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഗേറ്റ് ഒന്ന് ചാടി അപ്പുറം പോയിട്ട് ഈ ലോകം മൊത്തം ഒന്ന് ചുറ്റി എങ്ങനെ ഞാൻ വരും? എപ്പോൾ ഞാൻ മതിലാടി പോയാലും ഇവരെന്നെ ഓട്ടിച്ചിട്ട് പിടിക്കും. ഞാൻ എന്നാണ് ഒന്ന് രക്ഷപ്പെട്ട് ഇവിടുന്ന് പോകുന്നത്? ഇവിടുന്ന് പോയാലേ തെണ്ടി തിരിയേണ്ടി വരും. അതുകൊണ്ട് അടങ്ങി ഒടുങ്ങി ഇരുന്നോണം. ആഹാ, അടുത്ത ആൾ വരുന്നു. എന്താണാവോ വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം നാണിയമ്മ? നിങ്ങൾ അവിടെ കിടന്ന് ഇച്ചിരി ഒന്ന് തടവി തരാമെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇല്ലേ അല്ലേ? ഒരരേ ഇവിടെ എവിടെ അരേ മണിക്കുട്ടി എവിടെയാണോ എന്തോ 3 എണ്ണ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ആർക്കെങ്കിലും പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ നോക്കണം. സെക്യൂരിറ്റി എത്ര പേരാണെന്ന്. ഏറ്റവും വലിയ സെക്യൂരിറ്റിക്കാരനാണ് എന്താ ഈ ഇരിക്കുന്നത്. കൊല്ലട്ടെ നിന്നെ, കൊല്ലട്ടാടാ നിന്നെ. മണിക്കുട്ടി കാറിൻ്റെ അടിയിലും കണ്ട വിളിച്ചിട്ട് വരുന്നില്ല. സാറേ 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 മാപ്പ് പറയാണ് കടി എന്നതിനൊക്കെ. എന്നിട്ട് ഈ കാലിലോട്ട് പിടിക്കൂ, ഈ കാലി പിടിക്കൂ, കാലി പിടിച്ചിട്ട് മാപ്പ് പറയൂ. ഞാൻ കടിച്ചതിനൊക്കെ സോറി. അവിടെ എന്തോ അവിടെ ഒന്നും ഇല്ലല്ലോ. എന്തോ ഒരു ചെറിയ അനക്കം കേട്ട് അതിനാണ് ബഹു അവളെക്കാളും വലിയ സൗണ്ട് അതിൽ നിന്ന് വരുന്നത്. ഇത് പിന്നെ സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആണെങ്കിൽ മാത്രമേ കുറയ്ക്കത്തുള്ളൂ. അനാവശ്യമായിട്ടൊന്നും കുറയ്ക്കത്തില്ല. അങ്ങനെ ഇങ്ങനെയൊന്നും കുറച്ച് കളയാനുള്ളതല്ല എൻ്റെ സൗണ്ട്, എൻ്റെ ബാസ് കൂടിയ സൗണ്ട് ഇല്ലേ. ഇവൻ്റെ സൗണ്ടിനേക്കാളും ഭയങ്കര ബാസാണ് ജാക്കിയുടെ സൗണ്ടിന്. അവനൊരു എന്താ ഒരു ലാബിൻ്റെ ഒക്കെ അവരുടെ ഒരു സൗണ്ടൊക്കെ ഉണ്ട്. ഞമ്മൂമ്മേ ഞമ്മൂമ്മേ ഞമ്മൂമ്മേ. ആരോ അതിലെ ഒന്ന് പോയി. ആൾക്കാർക്ക് വഴി നടക്കണ്ട. മതി ഇനി വന്നേരാ. വാടാ നിമ്മി, വൈറ്റി ഇനി വാ. ഞങ്ങളെ മിറ്റം കണ്ടോ ഗൈസ്? എത്ര തൂത്താലും ഇലകൾ മാറാത്തൊരു മിറ്റമായിട്ട് മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ മിറ്റം. രാവിലെ തൂത്താ ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ ആൾതാമസമില്ലാത്ത വീട് കണക്ക് മൊത്തം ഇലയാവും. അപ്പുറത്തെ അയ്യത്ത് ഒരു മരം നിപ്പുണ്ട്, വേപ്പ്. അത് നല്ല ഹൈറ്റിലിരിക്കുക. അതിൻ്റെ ഇല കംപ്ലീറ്റ് ഞങ്ങളെ മിറ്റത്താ. തൂത്ത് ഞങ്ങളെ ഊപ്പാട് ഒന്ന് ഇടയ്ക്കുക. ഇന്ന് ജിമ്മിക്ക് മറ്റേ റാബിസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകണം. അവൾ ഇന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. വിജയത്തെ വരുത്തുന്നതിനേക്കാളും ഇന്നൊന്ന് കൊണ്ടുപോകാമെന്ന് കരുതി. അവന് കാറിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകാറില്ലല്ലോ. അപ്പോൾ ഒന്ന് കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. അണ്ണൻ വരാൻ വേണ്ടിയിട്ടു
അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഞാനും ജിമ്മി. അടുത്ത സൂചി ഇതാ ഇവിടെ കുത്തിക്കയറ്റാൻ വേണ്ടി പോവേടാ. നിന്നെ സൂചി കുത്തി കുത്തി ഒരു പരുവാക്കൂടാ, നോക്കിക്കോ. നീ എൻ്റെ എത്ര കടിയടിച്ചടാ, അതിനെല്ലാം ഞാൻ പ്രതികാരം വിട്ടും നിനക്ക് സൂചി കുത്തി കുത്തി, നോക്കിക്കോ കേട്ടാ. വല്ലതും കേൾക്കുന്നുണ്ടാ? വല്ലതും കേൾക്കുന്നുണ്ടാന്ന്? എൻ്റെ കാലിലാണ് കിടക്കുന്നത്. മാപ്പൊന്നും പറയാ. മാപ്പൊന്നും പറയണ്ട. നീ ചെയ്ത തെറ്റിനൊന്നും ഞാൻ നിന്നോട് ക്ഷമിക്കുന്നതില്ല. മാപ്പൊന്നും പറയണ്ട, ഞാൻ ക്ഷമിക്കൂല നിന്നോട് കേട്ടോ. നിന്നതാ ഈ ഇവിടെയും എല്ലായിടവും വാരിയിട്ട് നിന്റെ പല്ലിലും എല്ലാം കുത്തോടാ, ഇഞ്ചക്ഷൻ കുത്തോടാ, സൂയി കുത്തി കയറ്റോടാ. നോക്കിക്കോ, നിന്നെ ഒരു പരുവാക്കൂടാ സൂയി കുത്തി. അതോ ഒരാൾ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. കുറേ നേരം വിളിച്ചിട്ട് വന്നില്ല. അതാ ഇപ്പം വരുന്നത്. ഇതാരും പോകുന്നത് ഇരുട്ടത്തെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടാൽ പേടിക്കും. ആ രൂപമാണ്. കഴുത്തിലൊരു കോളറും പുറത്ത് ഉടുപ്പും. ഇന്നവിടെ പോയി കിടന്നു. ഇങ്ങോട്ട് വരുന്നില്ലേ? ഓ മേഡം ഇങ്ങോട്ട് വരുന്നില്ലേ? ഈച്ച പിടിക്കുക. ഈച്ചയുടെ ആശാട്ടിയാ. ആ മുറിവ് ഇപ്പോഴും ഒരു ശകലം ഉണങ്ങാൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഡോക്ടർ അത് വെയിറ്റ് ചെയ്യുന്നാണ് പറയുന്നത്. അത് ഉണങ്ങിക്കോളും, ടൈം എടുക്കും, അതിന് കുറച്ച് സമയം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഒരാൾ ദൂരം അവിടെ കാറിൻ്റെ അടിയിൽ വന്നങ്ങ് കിടന്നിട്ട്. ഗൈസ്, നിങ്ങൾക്കൊരു കാഴ്ച കാണണം. എന്തിനാണ് അവിടെ ഒന്നുമില്ല, ആരുമില്ല. ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ ഗമ കാണിക്കുന്നതാണെങ്കിൽ വേണ്ട, എനിക്കറിയാം നീ വെറുതെ കുരയ്ക്കുന്നതെന്ന്. ആരെങ്കിലും ഒന്ന് വന്ന് ഇതടി എന്ന് ചോദിച്ചാൽ വാലും ചുരുട്ടി കാലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഓടണ സാധനമാണ് നീ. ഉറങ്ങിക്കോ, മക്കൾക്ക് പറ്റിയ പണിയല്ല. ബൗ ഉറക്കമാണ് നിനക്ക് പറ്റിയത്. അവിടെ എന്തിനാണിപ്പാ? അവിടെ ഒന്നുമില്ലേ? അത് മണിക്കുട്ടിയാണ് അവിടെ. മണിക്കുട്ടിയൊന്നും ചെയ്യല്ലോ കാറിൻ്റെ അടിയിൽ. അങ്ങോട്ട് പോയിട്ടുണ്ട്. അവളവിടെ കാറിൻ്റെ അടിയിൽ ഒന്നും ഇടുന്നു. ഇനി ബാ, സ്ലീപ്പ്. ഇതൊന്നും അറിയാതെ ഒരെണ്ണം കിടന്ന് ഉറങ്ങുന്നുണ്ട. നമ്മളതൊന്നും ബാധിക്കുന്നതല്ല. ആര് വന്ന് ആര് പോയി ഞാനൊന്നും അറിഞ്ഞില്ല. എനിക്ക് ഇച്ചിരി തിന്നണം, ഇടനും കിടന്ന് ഉറങ്ങണം. പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മതിലൊന്ന് ചാടണം. ഫുൾ സ്ലീപ്പിങ്ങാ. ഇത് പിന്നെ ഇപ്പോൾ ഉറക്കമായിരുന്നു. ഉറങ്ങിയിട്ട് ഇപ്പോൾ ഞെട്ടി എണീറ്റിരിക്കുക. അതാ ഈ പെണ്ണിൻ്റെ ബഹളം മാത്രം. സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഇല്ലടാ ജിമ്മി. വൈറ്റ് സിഞ്ഞ് വാ, ഇവിടെ വന്ന്. വൈറ്റ് പെണ്ണെ, അനാവശ്യമായി കുറച്ചാൽ ഫൈൻ അടിക്കുന്നതായിരിക്കും. ഡേയ് അനാവശ്യമായി കുറച്ചാൽ ഫൈൻ അടിക്കും. ഒരു ചിക്കൻ കാല് കുറയ്ക്കും കേട്ടല്ല. മതി പോട്ട്. അവിടെ അങ്ങ് ഒന്നുമില്ല. നീ എന്നെ കണ്ട് വയ്ക്കുന്നത്. ഇങ്ങോട്ടോക്കെ ഈ ചെവിയുടെ അടുത്ത് വന്നിരുന്നിട്ട് ബഹു എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം മാറും. ഒരു പാവം കുഞ്ഞു ഒന്നും അറിയാതെ ഉറങ്ങി നോക്കിയ കഷ്ടം തന്നെ അതിൻ്റെ കാര്യം. നിന്നെ കാണുമ്പോൾ എനിക്ക് കൊതിയാവുക. റാണി, ജോലിക്ക് പോകണ്ട, കടം തീർക്കണ്ട, നേരത്തെ എണീക്കണ്ട, വല്ലതും തിന്നിട്ട് എവിടെ കിടന്ന് ഉറങ്ങിയാൽ മാത്രം മതി. ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? ഉറങ്ങി. ഉറക്കത്തിൽ തടിയിട്ടൊരു കടി കടിച്ച് കാലിൽ എന്നിട്ട് നാക്കൊക്കെ വെളിയിലിട്ടാണ് ഉറങ്ങുന്നത്. മേഡം എല്ലാം ഭയങ്കര ഉറക്കം. ഇതിങ്ങനെ ചേരും കാവലിരിക്കും. ഇത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. അതിൻ്റെ കാറിൻ്റെ അടിയിലൊക്കെ അത് ഓരോന്ന് കിടന്നുറങ്ങുമോ. ജിമ്മി ഇവിടെ ഇരുന്നിട്ടേ ഇവളെ സൗണ്ട് വന്നിട്ട് സഹിക്കാൻ പോയി ഗതിയായിട്ട് അവസാനം കാറിൻ്റെ അടിയിൽ പോയി ജിമ്മി. എല്ലാവർക്കും ബൈ.